ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. അഖിൽ പോളും അനസ് ഖാനും തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് പ്രധാന കഥാപാത്രമായി എത്തിയ ഐഡൻറ്റിറ്റി എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു Z5 ഫിലിം സ്ട്രീം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ അടുത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. അതായത് ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളുടെ കളക്ഷൻ എത്രയാണെന്നും പറഞ്ഞ് ഒരു ലിസ്റ്റ് അവർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിൽ ആദ്യം വന്ന ഒരു പേരാണ് ഐഡൻറ്റിറ്റി എന്ന സിനിമ. കാരണം 2025 ആദ്യം റിലീസായ മേജർ, അതായത് ആദ്യത്തെ മേജർ റിലീസായിരുന്നു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമ. ഏകദേശം 30 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമ ഏകദേശം 3.5 കോടി മാത്രമാണ് തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്തത് എന്നാണ് അവർ ആ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞത്. അപ്പം സിനിമ കണ്ടപ്പോഴും എനിക്ക് വലിയൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയില്ല. എന്തുകൊണ്ടാണ് ആൾക്കാർ ആ ഒരു ഫിലിമിനെ അത്രമാത്രം അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് എന്ന് ഫിലിം കണ്ടപ്പോൾ മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു നഷ്ടം അവർക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ സംസാര വിഷയം പ്രൊഡ്യൂസേഴ്സിനുണ്ടാകുന്ന നഷ്ടക്കണക്കുകളെ കുറിച്ചാണല്ലോ. അതുകൊണ്ട് ഇവർക്ക് എന്തായാലും കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം വലിയ പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് ഈ ഐഡൻറ്റിറ്റി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം സിനിമയിലേക്ക് വരികയാണെങ്കിൽ ടൊവിനോ തോമസിനെ കൂടാതെ ഈ ഫിലിമിൽ വിനയറായും, തമിഴ് താരം വിനയറായും, അതുപോലെ തൃഷയും, പിന്നെ അജു വർഗീസ്, ഷമി തിലകൻ, അർച്ചന കവി, അങ്ങനെ ഒരുപാട് അത്യാവശ്യം വലിയ താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ പറയുകയാണെങ്കിൽ ഇതൊരു വളരെ അടിപൊളിയായിട്ട് എടുക്കാമായിരുന്ന കിടിലം ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ത്രില്ലിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുമായിരുന്ന ഒരു തിരക്കഥയെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലക്സ് ആയിട്ട് ഒട്ടും കണക്റ്റ് ആവാത്ത എടുത്തൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ ഈ ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഫിലിമിൻ്റെ തുടക്കം മുതൽ ഒരുപാട് ഇൻസിഡൻസ് കാണിക്കുന്നുണ്ട്. ഒരുപാട് പല ഇൻസിഡൻസ് ഈ ഫിലിമിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം എന്താ പറയുക, ഓരോ 20 മിനിറ്റിലും ഓരോ ട്വിസ്റ്റ്, അതായത് ഒരു കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് പോർഷൻസും ഈ ഫിലിമിൽ ഇതിൻ്റെ ഒരു കഥയിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ട്വിസ്റ്റൊക്കെ നമ്മളെ വലിയ രീതിയിൽ ഇമ്പ്രസ് ചെയ്യിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഇമ്പ്രസ് ചെയ്യിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറേയൊക്കെ പ്രഡിക്റ്റബിളായിട്ട് പോകുന്നുണ്ട്. അതുപോലെ ആദ്യം കാണിച്ചൊരു സീൻ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സീനെ ലിങ്ക് ചെയ്യിക്കുന്ന വേറൊരു സീൻ അവിടെ വരുന്നുണ്ട്. കാരണം ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്ന് അവർ അവസാനം കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു സീൻ എത്തുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് കണ്ടതെന്ന് പോലും നമ്മൾ മറന്നു പോകുന്നുണ്ട്. അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് ഈ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഫിലിമിനുള്ളത്. അത്യാവശ്യം എന്താ പറയുക, നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമായിരുന്ന ഒരു കഥയായിരുന്നു. പക്ഷേ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുത്തു വെച്ച് നമുക്ക് ഒട്ടും കണക്റ്റഡ് ആവാത്ത രീതിയിൽ, നമ്മുടെ ഒരു സീൻ പോലും ഒട്ടും കണക്റ്റഡ് ആവാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് പാറ്റേൺ ആണ് ഈ ഒരു ഫിലിം ഫോളോ ചെയ്തിരിക്കുന്നത്. പെർഫോമൻസസിൽ വരുവാണെങ്കിൽ ടൊവിനോ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്യാരക്ടർ ബിൽഡിങ് അത്രമാത്രം ഒരു പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ചൈൽഡ്ഹുഡ്, അതായത് OCDയും ഒരു പ്രത്യേക ക്യാരക്ടറുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം എന്ന് ആദ്യം മുതലേ പറഞ്ഞ് വരുന്നുണ്ട്. ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതും ഒക്കെ. പക്ഷേ ഒരു സ്റ്റേജിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ OCD എന്ന് പറയുന്ന ബിഹേവിയർ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ബാക്കി പിന്നീട് വരുന്ന ഓരോ സീനിലും ഈ ഒരു ബിഹേവിയറുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ പോകുന്നത് പോലെ എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്തു. കാരണം അവർ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആയിട്ടാണ് എനിക്ക് ആ ഒരു ടൊവിനോ ചെയ്ത ആ ഒരു ക്യാരക്ടറിനെ ഫീൽ ചെയ്തത്. കുറേ ട്വിസ്റ്റും കാര്യങ്ങളും ഉണ്ട് ആ ഒരു ക്യാരക്ടറിന്. അതുപോലെ ഇതിൽ വിനയറായി ചെയ്ത വില്ലൻ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടറായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള തമിഴ് സിനിമകളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള അതേ ടൈപ്പ് ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ ഒരു ഫിലിമിലും. വളരെ സ്ട്രോങ് ആയിട്ടും വളരെ പവർഫുള്ളുമായിട്ടുള്ളൊരു വില്ലൻ എന്നുള്ള ലെവലിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇതിൽ കാണിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് അപാരമാണ്. കാരണം അദ്ദേഹം വരുന്ന സീനിൽ നമുക്ക് ബാക്കി ഒരാളുടെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് 7 അയലത്ത് വരാത്ത രീതിയിൽ അത്രമാത്രം ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കഥയിൽ അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ക്യാരക്ടറായിട്ടാണ്, നല്ലൊരു വില്ലൻ ക്യാരക്ടറായിട്ടാണ്. പക്ഷേ ഒരുപാട് ലൂസ് എൻഡ്സും ഒരുപാട് ലൂപ്പ് ഹോൾസും നമ്മൾ കഥയിൽ ഓട്ടോമാറ്റിക്കലി ഉള്ളതുപോലെ ഈ ഒരു ക്യാരക്ടേഴ്സിനും പ്രോപ്പറായിട്ടൊരു ക്യാരക്ടർ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കഥയിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല.
പിന്നെ പറയേണ്ടത് തൃഷയുടെ കാര്യമാണ്. തൃഷ എന്തിനാണ് ഈ സിനിമയിൽ തൃഷ അഭിനയിച്ചതെന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം തൃഷയ്ക്ക് വേണ്ടി എഴുതി വെച്ച ഒരു ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആര് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരേ ഇമോഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെ കാണിക്കുമ്പോഴും ഒരേ ഒരു ഇമോഷൻ ഫോളോ ചെയ്യുന്നു. അതിനുശേഷം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച് ഒട്ടും ബിൽഡാവാത്ത, ഒട്ടും കണക്റ്റഡ് ആവാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് തൃഷയുടെ ക്യാരക്ടറും എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്ന നല്ലൊരു ക്യാരക്ടറെന്ന് എനിക്ക് തോന്നിയത് ഷമി തിലകൻ്റെ ക്യാരക്ടറാണ്. പക്ഷേ അദ്ദേഹമാണ് ഇതിലെ പല ട്വിസ്റ്റുകളും കണ്ടുപിടിക്കുന്നത്. കാരണം പല പോർഷൻസിലും ഇന്നതാണ് ഈ കുഴപ്പം, ഇവിടെ ഇന്നതാണ് എന്ന് പറഞ്ഞൊക്കെ കാണിക്കുന്നത് തന്നെ പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ്. പുള്ളിയാണ് ആ ഒരു ക്യാരക്ടർ പല പോർഷൻസിലും ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ക്യാരക്ടറായിട്ട് പുള്ളി അത്യാവശ്യം ഭേദമായിട്ട് ചെയ്തു. കുറച്ചെങ്കിലും കണക്റ്റ് ആയിട്ടുള്ള ഷമി തിലകൻ്റെ ക്യാരക്ടറുമായിട്ട് മാത്രമേ ആ ഒരു പ്രോപ്പർ ക്യാരക്ടർ ബിൽഡിങ് ഈ ഒരു ഫിലിമിൽ കൊടുത്തിട്ടുള്ളൂ. അജു വർഗീസ് ആയാലും അതുപോലെ അർച്ചന കവി ആയാലും എല്ലാവർക്കും ഒരേ പാറ്റേണിലുള്ളൊരു ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ ഫിലിമിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമുള്ളിടത്തും അനാവശ്യമായിട്ടും എല്ലാം കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വാരി വിതറിയേക്കാണ് ആക്ച്വലി ജെയ്ക്സ് ബിജോയ്. കാര്യമായിട്ട് എന്താ പറയുക, ഒരുപാടെടുത്ത് അനാവശ്യമായിട്ട് കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫിലിമിൽ തന്നെ ഇതിൻ്റെ കഥ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിരക്കഥയാണ്, വളരെ കോംപ്ലക്സ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു തിരക്കഥയാണ്. ഇതിൽ അവസാനത്തെ ആ ഒരു ഫൈറ്റ് സീനൊക്കെ, ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ എന്തിനായിരുന്നെന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഇതൊരു പ്യുവർ കൊമേഴ്സ്യൽ മൂവിയായിട്ട്, പ്യുവർ ആക്ഷൻ പാക്ഡ് ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു കൊമേഴ്സ്യൽ ത്രില്ലർ മൂവിയായിട്ട് എടുക്കാൻ നോക്കി. എന്നാൽ ആ ഒരു അറ്റംപ്റ്റ് അപ്പാടെ ഫെയിലായി പോയ ഒരു ഫിലിമായിട്ടാണ് എനിക്ക് ഐഡൻറ്റിറ്റി ഫീൽ ചെയ്തത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിലിം OTTയിൽ കാണാം. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.